തൃശൂർ കുതിരാനിൽ ഇറങ്ങിയ ഒറ്റയാനയെ തുരത്താൻ അടിയന്തര ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് വനം വകുപ്പ്. വയനാട്ടിൽ നിന്ന് 2 കുങ്കിയാനകളെ പ്രദേശത്ത് ഇന്ന് എത്തിക്കും. അപകടകാരിയായ ഒറ്റയാനെ കാട് കയറ്റി സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനാണ് നീക്കം. ആനയെ കാട് കയറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ മയക്കുവെടി വെക്കാനാണ് നിലവിൽ ധാരണ. സാനു കെ സജീവ് വിവരങ്ങൾ നൽകും. സാനു, പറയൂ. കുറച്ച് ദിവസങ്ങളായിട്ട് കുതിരാനിലെ ജനങ്ങളുടെ ഉറക്കം കെടുത്തുകയാണ് ഈ ഒറ്റയാനായിട്ടുള്ള കാട്ടുകൊമ്പൻ. അതായത് ഈ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കൊമ്പൻ സാധാരണ നിലയിൽ അവിടെ കൃഷിയൊക്കെ നശിപ്പിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ അക്രമവാസന കാണിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം വീണ്ടും കാട്ടുകൊമ്പൻ ഇറങ്ങിയിരുന്നു. ഈ കുതിരാനിലെ പഴയ ദേശീയപാതയാണ് ഇപ്പോൾ പഴയ ദേശീയപാതയ്ക്ക് ഇരുവശത്തും താമസിക്കുന്ന ആളുകൾക്കാണ് ഏറ്റവും അധികം ഈ ഒറ്റയാനെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒറ്റയാനെ തുരത്തുന്നതിന് വേണ്ടിയിട്ട് വയനാട്ടിൽ നിന്നുള്ള 2 കുങ്കിയാനകളെ രാവിലെ തന്നെ പുലർച്ചെ തന്നെ എത്തിച്ചിട്ടുണ്ട്. ഈ കുങ്കിയാനകളെ ഉപയോഗിച്ച് ഈ ഒറ്റയാനെ കാട്ടിൽ കയറ്റിയിട്ട് ഫെൻസിംഗ് വേലികൾ സ്ഥാപിക്കുന്നതിനുള്ള നീക്കമാണ് ആദ്യഘട്ടത്തിൽ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് നടത്തുക. അതിനുവേണ്ട നടപടിക്രമങ്ങളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വയനാട്ടിൽ നിന്നുള്ള വിദഗ്ധ സംഘം കുതിരാനിൽ സന്ദർശിക്കുകയും ഈ ആനയുടെ ആരോഗ്യസ്ഥിതി അടക്കം നിരീക്ഷിക്കുകയൊക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കുങ്കിയാനകളെ ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കുങ്കിയാനകളെ ഉപയോഗിച്ച് കൊമ്പനെ കാട് കയറ്റാൻ പറ്റിയില്ലെങ്കിൽ മയക്കുവെടി വെച്ച് പിടികൂടുന്നത് അടക്കമുള്ള കാര്യങ്ങൾ വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ആലോചനകൾ തുടങ്ങിയിട്ടുണ്ട്. ശരി സാർ.